നമസ്കാരം. സ്വർണ്ണ നിലവറ എന്ന് കേൾക്കുമ്പോൾ എ നിലവറ, ബി നിലവറ, തുറന്ന നിലവറ, തുറക്കാത്ത നിലവറ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. റംസാനും സ്വർണ്ണ നിലവറയും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. എന്നാൽ കാര്യമുണ്ട്. ആഴ്ചതോറും തുറക്കുകയും കൈ നിറയെ സ്വർണം സമ്മാനമായി നൽകുകയും ചെയ്യുന്ന ഒരു നിലവറ. റംസാൻ കാലം വ്രതശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും ദാനധർമ്മങ്ങളുടെയും കൂടി കാലമാണ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ റംസാനെ വിശുദ്ധ വിസ്മയകാലമാക്കി മാറ്റുകയാണ്. പറഞ്ഞു വരുന്നത് ഗൾഫിലെ സ്വർണ്ണ നിലവറയെക്കുറിച്ചാണ്. റംസാൻ ആചരിക്കാനുള്ള കാത്തിരിപ്പിലാണ് വിശ്വാസികൾ. പുണ്യമാസത്തിൽ വ്രതശുദ്ധിയോടെ പ്രാർത്ഥനാ നിരതരാകാനും ദാനധർമ്മങ്ങൾ പോലുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്യാനുമാണ് വിശ്വാസികൾ ശ്രമിക്കുന്നത്. ഈ കാലയളവിൽ ഗൾഫിലുള്ള പ്രവാസികൾ നാട്ടിലേക്ക് സമ്മാനങ്ങളും പണവുമൊക്കെ അയച്ചു നൽകാറുണ്ട്. ഇപ്പോഴിതാ പ്രവാസികൾ അടക്കമുള്ള UAE നിവാസികൾക്ക് കോൾ അടിച്ചിരിക്കുകയാണെന്ന് പറയണം. ദുബായ് ഗോൾഡ് സൂക്ക് എക്സ്റ്റൻഷനിലൂടെ ഓരോ ആഴ്ചയും 50,000 ദിർഹം അല്ലെങ്കിൽ 11,89,825 രൂപ മൂല്യമുള്ള സമ്മാനങ്ങൾ നേടാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. ഗോൾഡ് ജ്വല്ലറികൾ, ആഭരണ കടകൾ, വാച്ച് കടകൾ, പെർഫ്യൂം കടകൾ തുടങ്ങി 200ഓളം സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ദുബായിലെ പ്രധാന വ്യാപാര കേന്ദ്രമാണ് ഗോൾഡ് സ്റ്റൂക്ക് എക്സ്റ്റൻഷൻ. ഷോപ്പിംഗ് ക്യാമ്പയിനിന്റെ ഭാഗമായി ഒരു സ്വർണ്ണ നിലവറ തുറന്നിരിക്കുന്നു. എല്ലാ ആഴ്ചയും ഈ നിലവറ തുറക്കുകയും ഭാഗ്യശാലികൾക്ക് സമ്മാനം നൽകുകയും ചെയ്യും. മാർച്ച് 1 മുതൽ ഏപ്രിൽ 6 വരെയാണ് പരിപാടി നടക്കുന്നത്. സ്വർണം, ആഭരണം, വാച്ച് റീറ്റെയിലർമാരിൽ നിന്ന് 500 ദിർഹമോ അതിലധികമോ ചെലവഴിക്കുന്നവർക്കാണ് നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുക. നറുക്കെടുപ്പിൽ പങ്കെടുക്കാനായി സ്റ്റോറുകളിൽ സ്ഥാപിച്ചിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്ത് ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യണം. തുടർന്ന് നറുക്കെടുപ്പിൽ പങ്കെടുക്കാം. 180 സ്റ്റോറുകളിലാണ് ഇത്തരത്തിൽ QR കോഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. സമ്മാനങ്ങൾക്ക് പുറമെ തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റോറുകളിൽ ഷോപ്പിംഗ് ചെയ്യുന്നവർക്ക് 50% ഡിസ്കൗണ്ടും ലഭിക്കും. മലയാളി പ്രവാസികൾക്ക് ഭാഗ്യം ഇത്തിരി കൂടുതലാണെന്ന് പറയേണ്ടി വരും. നിരവധി മലയാളികളെ കോടീശ്വരന്മാരാക്കിയ അബുദാബി ബിഗ് ടിക്കറ്റിന്റെ 270 സീരീസ് നറുക്കെടുപ്പിലും ഭാഗ്യം മലയാളിക്കൊപ്പമായിരുന്നു. 3 കോടി ദിർഹം അല്ലെങ്കിൽ 70 കോടിയിലേറെ ഇന്ത്യൻ രൂപയായിരുന്നു സമ്മാനം. ഇന്ത്യക്കാർ അടക്കമുള്ള ഒട്ടേറെ പ്രവാസികൾക്ക് ബിഗ് ടിക്കറ്റിൽ സമ്മാനം ലഭിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ ടിക്കറ്റ് സ്വന്തമാക്കുന്നതും പ്രവാസികളാണ്. ദുബായ് ടിക്കറ്റിൽ പലപ്പോഴും ഭാഗ്യം കടാക്ഷിക്കുന്നവരാണ് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികളെന്ന് പറയേണ്ടി വരും. പ്രവാസികളായി ഒന്നിച്ചെത്തി 2-4 പേർ ചേർന്നെല്ലാം എടുക്കുന്ന ബിഗ് ടിക്കറ്റ് വിജയിച്ച നിരവധി മലയാളികളെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. എത്ര പേരെയാണ് ലോട്ടറി തുണച്ചിരിക്കുന്നത്. പണമില്ലാത്തവൻ പിണം എന്നൊരു ചൊല്ല് തന്നെയുണ്ട് നമ്മുടെ നാട്ടിൽ. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത കാലം. എന്തെല്ലാം വാർത്തകളാണ് നാം ദിവസേന കാണുന്നത്. എങ്ങനെയും കോടീശ്വരന്മാരാകാനാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് നേരാവണ്ണം ഭാഗ്യ പരീക്ഷണത്തിലൂടെയാണെങ്കിലോ ഒരു കൈ നോക്കാൻ ആരും മുന്നോട്ട് വരും. ലക്ഷപ്രഭു എന്നാണ് പണക്കാരനെ കുറിച്ചുള്ള പഴയ സങ്കല്പമെങ്കിൽ ഇന്നത് കോടീശ്വരനും കോടാനുകോടീശ്വരനുമൊക്കെയായി മാറിയിരിക്കുന്നു. നിന്ന നിപ്പിൽ നേർവഴിക്ക് കോടീശ്വരനാകാൻ ലോട്ടറി തന്നെ അഭയം. നമ്മുടെ നാട്ടിലും മറുനാട്ടിലുമൊക്കെ ലോട്ടറിയോട് കമ്പമുള്ള നിരവധി പേരുണ്ട്. ഭാഗ്യം ആരെ തേടി എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ആരുടെ ജീവിതവും എപ്പോൾ വേണമെങ്കിലും മാറിമറിയാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.